മെഫ്താലും ഐബൂജസിക്കും എപ്പോഴും ഒരു റെസ്ക്യൂ ഡ്രഗാണ്. ഫ്ലൂ, ഇൻഫ്ലുവൻസ വൈറസിൻ്റെ ഫ്ലൂ എന്നൊക്കെ വെച്ചാൽ വളരെ ഹൈ ഗ്രേഡ് ടെമ്പറേച്ചർ 102, 103 വരെയൊക്കെ പനിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തീരെ കുഞ്ഞിന് ചൂട് വിടുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫെബ്രൈൽ സീഷറുള്ള കുഞ്ഞാണ്, അതിന് ചൂട് പെട്ടെന്ന് കൺട്രോൾ ചെയ്യണം, അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ഡ്രഗാണ് മെഫ്താൽ അല്ലെങ്കിൽ ഐബൂജസിക്. ഈ 2 ഡ്രഗ്സിനും അതിൻ്റേതായ സൈഡ് എഫക്റ്റുകളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ വാങ്ങാതെ കൊടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. ഇവിടെയാണ് കുഞ്ഞിൻ്റെ ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ. ഇതൊന്നും നമുക്ക് വീട്ടിൽ ഇരുന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എപ്പോഴും ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ ഒപ്പീനിയൻ വാങ്ങുക. അതുപോലെ ചില മദേഴ്സിന് ഒരു ടെൻഡൻസി ഉണ്ട്, കഴിഞ്ഞ പനിക്ക് കൊടുത്തൊരു ആൻറ്റിബയോട്ടിക് ഡോസ് ആയിരിക്കും, ജസ്റ്റ് ഒരു ജലദോഷം വരുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക, പാരസെറ്റമോൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പാരസെറ്റമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റിപൈററ്റിക് ആണ്, ചൂടിന് വേണ്ടി അല്ലെങ്കിൽ വേദനയ്ക്ക് വേണ്ടി അനാൾജസിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ജലദോഷത്തിന് പാരസെറ്റമോൾ കൊടുക്കരുത്. അതുപോലെ ആൻറ്റിബയോട്ടിക് എല്ലാ പനിയും ബാക്ടീരിയ അല്ല ഉണ്ടാക്കുന്നത്, വൈറസ് കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും ഉണ്ട്. അപ്പോൾ അത് ഡോക്ടറിനെ കാണിച്ച് ഇത് ആവശ്യമുണ്ടോ, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ മിക്ക ഡോക്ടേഴ്സും ആൻറ്റിബയോട്ടിക് എഴുതുള്ളൂ. അനാവശ്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മരുന്നുകളും കൊടുക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെന്ന് കരുതുന്നു. നന്ദി.